ചിരിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു ചേച്ചിയുണ്ട്. അപ്പം ചേച്ചിക്ക് സുഖമില്ലെങ്കിലും ഇപ്പോഴും ചിരിച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് തന്നത്. ഇതേപോലെ തന്നെ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ചിലരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മുഖം ഇങ്ങനെ പറയുന്നത്, നമ്മുടെ സാധാ ഭാഷ പറയുകയാണെങ്കിൽ വീർത്ത് പിടിപ്പിച്ച് ഒന്നുമല്ല, ചിരിച്ചുകൊണ്ടായിരിക്കും. തമാശയായിട്ടുള്ള കാര്യങ്ങളായാലും വലിയ സീരിയസ് ആണെങ്കിലും ചിലർ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് ഒരു തെളിച്ചം കാണും. നമ്മൾ ചിരിക്കുക എന്ന് പറയുമ്പോൾ മുഖത്തൊരു പ്രകാശം വരുന്ന ഒരു ഫീലാണ് അല്ലേ. അപ്പം കണ്ണുകളിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ വികസിച്ച് നല്ല ഭംഗിയുള്ളതാകും. ആ ചിരിയുടെ പ്രത്യേകത അതാണ്. കണ്ണുകൾക്കാണ് ഏറ്റവും കൂടുതൽ പവറായിട്ട് ആ സമയം. പിന്നെ കവിളുകൾ അല്ലേ, പല്ലവിനെ ചിരിക്കുമ്പോൾ കാണുമല്ലോ. അപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് ഫേവററ്റായിട്ടുള്ള 1-2 പേരുണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രമിക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതെല്ലാവർക്കും അങ്ങനെ കഴിയത്തില്ല. കാരണം നമ്മൾക്കത് അറിയില്ല അതെങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന്. നമ്മളിപ്പോൾ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കേട്ട കാര്യത്തിന് മറുപടി പറയുമ്പോൾ നമ്മളത് ചിന്തിച്ച് അതെന്താണ് പറയുന്നത് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ അവരുടെ സ്ഥായിയായ ഭാവമാണ് ആ ചിരി എന്നുള്ളത്. അവർക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല, അപ്പോഴും അവരുടെ മുഖത്തൊരു തെളിച്ചം കാണും. പക്ഷേ അവരുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ആ ചിരിയോടുകൂടി മറ്റുള്ളവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടോ? പറയാം, ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വട്ടാണെന്നാണ് പറയുന്നതെന്ന് പറയല്. അങ്ങനെയല്ല, ചിരിച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കുക എന്ന് പറയുന്നത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കാനല്ല. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ ഒരു വ്യത്യാസത്തോടു കൂടി സംസാരിക്കുക. നമ്മൾ കൂളായിട്ട് നമ്മൾ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ലേ, അതേപോലെ തന്നെ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ, മുഖത്തെ എക്സ്പ്രഷൻ. അല്ലാതെ ഒച്ചത്തിൽ കിടന്ന് ചിരിച്ചു ആഹാന്ന് വെച്ച് സംസാരിക്കുകയല്ല. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതോടുകൂടി സംസാരിക്കാം. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അങ്ങനെയുള്ളവരോട് പെട്ടെന്ന് ആർക്കും മോശമായ രീതിയിൽ സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പെട്ടെന്ന് തോന്നില്ല. കാരണം നമ്മൾ ഒരാളോട് ദേഷ്യത്തോട് സംസാരിക്കുമ്പോൾ അവർ ചിരിച്ച മുഖമായിട്ട് അല്ലെങ്കിൽ ചിരിക്കുന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ ഒന്നിൽ അവരോട് നമുക്ക് ദേഷ്യം തോന്നും. ഇവിടെ ഇത്രയും വലിയ രീതിയിൽ കാര്യം പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടൊന്ന് കേൾക്കുന്നു, ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഷൗട്ട് ചെയ്യും. പക്ഷേ നിഷ്കളങ്കമായൊരു ചിരിയായിട്ട് നിൽക്കുവാണെങ്കിൽ പാവം എന്തിനാ വെറുതെ പറയുന്നത്, അവരെ ഒന്നും പറയില്ല. ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവരങ്ങനൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തില്ല. അവരെപ്പോഴും എല്ലാവരോടും ചിരിച്ച് മര്യാദ രീതിയിൽ ജീവിക്കുന്നവരാണ്. ഇതൊക്കെ നമുക്ക് ആ ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനത്തിലൂടെ കിട്ടുന്നതാണ് അല്ലേ. ചിരിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം മൊത്തം അനങ്ങാണ്, പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തിലെ ഓരോരോ പേശികൾ. നമുക്ക് പോസിറ്റീവ് എനർജി ഒരുപാട്. അതാണ് ചിരി ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അവർ പല രീതിയിലുള്ള ചിരികളുണ്ട് അല്ലേ. ചിരി ക്ലബ്ബ് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഓരോ ചിരിക്കും ഓരോരോ രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും അവിടെ ഇങ്ങനെ ഒരു സാറ് വന്നിരുന്നു. സാറിങ്ങനെ ചിരി ക്ലബിൻ്റെ ആളാണ്. അപ്പം സാറ് ഞങ്ങളെല്ലാവരും വട്ടത്തിലൊക്കെ നിർത്തി ഓരോ ചിരിയുടെയും പേര് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ആ ചിരിക്കേണ്ടത് എന്നതും സാറ് കാണിച്ചു തന്ന് ഞങ്ങളെ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പം ചിരി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആയുസ് കൂടുമെന്ന് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ.